പ്രിയമുള്ളവരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1997 റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ഒരു വിഖ്യാത എഴുത്തുകാരൻ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേരാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരും അതായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചത്. വെറും 9 വയസ്സുള്ള ഒരു കുട്ടിയുടെ കണ്ണിലൂടെ 2 പ്രമുഖ വ്യക്തിത്വങ്ങളെ ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ പുവർ ഡാഡ് എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ തന്നെ പിതാവും, അതുപോലെ റിച്ച് ഡാഡായിട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ പിതാവിനെയുമാണ്. ഇവർ തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. കാര്യങ്ങളെ അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി, അവരുടെ ആറ്റിറ്റ്യൂഡ്, എവറിത്തിങ് ഡിഫറെൻ്റ് ആണ്. ഇതിൽ നമ്മുടെ പുവർ ഡാഡ് ചിന്തിക്കുന്നത് ട്രഡീഷണൽ സ്കൂളിങ്ങിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അക്കാഡമിക് ലെവലിലുള്ള വലിയ വിജയങ്ങളൊക്കെയാണ് ജീവിത വിജയത്തിന് ആധാരം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. അതേസമയം റിച്ച് ഡാഡ് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകളെല്ലാം പോകുന്നത് ഫിനാൻഷ്യൽ നോളജിലേക്കാണ്. സാമ്പത്തിക കാര്യങ്ങളിലുള്ള അറിവ് നേടുക എന്നതിലാണ് അദ്ദേഹം കൂടുതലായിട്ട് അയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 2 പേരുടെയും ചിന്താഗതികൾ തമ്മിലുള്ള വലിയ അന്തരമുണ്ട്. പിന്നെ ഇതിൽ റിച്ച് ഡാഡ് പറയുന്ന ഒരു കാര്യം, നമ്മൾ എല്ലാ കാര്യങ്ങളോടും നോ എന്ന് പറയുമ്പോഴുള്ള ഒരു അപകടത്തെക്കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഒരു കാര്യം ഒരാൾ നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം പറയാൻ എനിക്കിത് അഫോർഡബിൾ അല്ല എന്ന് പറയാറുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് അതിൽ ചെറിയൊരു അപകടമുണ്ട്. അതിന് പകരം ഇത് എനിക്ക് എങ്ങനെ അഫോർഡബിൾ ആക്കാം കഴിയും എന്ന് ചിന്തിക്കുന്നിടത്ത് അതൊരു പോസിറ്റീവ് തോട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ നമ്മുടെ ജീവിത വിജയത്തിന് ചിലപ്പം ഉപകാരപ്പെട്ടേക്കാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ പുവർ ഡാഡ് എപ്പോഴും ചിന്തിക്കുന്നത് പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതേസമയം റിച്ച് ഡാഡ് ചിന്തിക്കുന്നത് നേരെ തിരിച്ചാണ്. അദ്ദേഹം വിചാരിക്കുന്നത് പണമില്ലായ്മയാണ് യഥാർത്ഥത്തിൽ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് 2 അപ്രോച്ചാണ്. അതിൻ്റെ ശരിയും തെറ്റുകളൊക്കെ നമ്മൾ വിലയിരുത്താൻ ആളല്ല, എങ്കിലും ഞാനിവിടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ റിച്ച് പീപ്പിൾസ് അവരെപ്പോഴും അസറ്റ്സ് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ജീവിതത്തിൽ. അതേസമയം പുവർ പീപ്പിൾ ആളുകൾ എപ്പോഴും സംഭവിക്കുന്ന അവരുടെ ലയബിലിറ്റീസ് ആണ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഷം ചെല്ലുന്തോറും കടം പെരുകി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത് അവർ തമ്മിലുള്ള ആറ്റിറ്റ്യൂഡിലും അപ്രോച്ചിലും അവരുടെ എഫേർട്ടിലൊക്കെ വരുന്ന ഡിഫറൻസ് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നോക്കാം. ഈ ഫിനാൻഷ്യൽ ലിറ്ററസി, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ്, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പണത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എത്ര പണം ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല, മറിച്ച് എത്ര പണം നിങ്ങൾ സേവ് ചെയ്യുന്നു, അതെങ്ങനെ സേവ് ചെയ്യുന്നു എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു 6 മാർഗങ്ങളുണ്ട്. അതിൽ ഈ 6 മാർഗങ്ങൾ ഞാൻ നമ്പർ ഇട്ട് തന്നെ പറയാം. നമ്പർ 1 സ്റ്റോക്സ്, ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ. നമ്പർ 2 ബോണ്ട്സ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ബോണ്ട്, അങ്ങനെയുള്ള ഡിബഞ്ചേഴ്സ്, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ. നമ്പർ 3 ഇൻകം ജനറേറ്റിംഗ് ഫ്രം റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടീസ്, ലൈക്ക് നമ്മളുടെ ഫ്ലാറ്റുകൾ, വില്ലകൾ, അതിൽ നിന്നൊക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മളുടെ മറ്റ് കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ, ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന ഇൻകം, റെൻ്റൽ ഇൻകം പോലെയുള്ള ഇൻകങ്ങൾ. മറ്റൊന്ന് കറൻസി, ഡോളർ, യൂറോ പോലുള്ള വാല്യുബിൾ കറൻസികളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ. നമ്പർ 5 ലോയൽറ്റി ഫ്രം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, ലൈക്ക് നമുക്ക് എന്തെങ്കിലും ലോയൽറ്റി കിട്ടാനുണ്ടെങ്കിൽ, ലൈക്ക് ബുക്സ് അല്ലെങ്കിൽ മ്യൂസിക്സ്, അതിൽ നിന്നൊക്കെ കിട്ടുന്ന ലോയൽറ്റികൾ. അതിപ്പോൾ എല്ലാവർക്കും കിട്ടിക്കോണമെന്ന് നിർബന്ധമില്ല. അതുപോലെ തന്നെ വാല്യൂ ബേസ്ഡ് ഇൻകം, ഹൈ വാല്യൂ പ്രോപ്പർട്ടീസിൻ്റെയൊക്കെ അപ്രീസിയേഷൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം. ഇതുപോലെ ഈ 6 സോഴ്സുകളിലൂടെ നമുക്ക് അഗ്രസീവായിട്ടുള്ള അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ്. ഈ വരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ സൊല്യൂഷനുകളിലേക്ക് എത്തുന്നതാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മാത്രമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.